വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കായി 24 സംഘടിപ്പിക്കുന്ന 24 ഗ്ലോബൽ കണക്ട് എഡ്യൂക്കേഷണൽ എക്സ്പോ കൊച്ചി ഫോറം മാളിൽ തുടരുകയാണ്. രാവിലെ 10:30 ആരംഭിച്ച എക്സ്പോ രാത്രി 7 മണി വരെയാണുള്ളത്. നാളെയും എക്സ്പോ തുടരുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖരായ 10ഓളം എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് ഏജൻസികളും 1000ഓളം യൂണിവേഴ്സിറ്റികളുമാണ് ഈ എക്സ്പോയുടെ ഭാഗമാകുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് തേർഡ് വേവ് എന്ന സ്റ്റഡി അബ്രോഡ് സ്ഥാപനമാണ്. എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആണ്. കേരളത്തിലെ പ്രമുഖരായ എഡ്യൂക്കേഷണൽ കൺസൾട്ടിംഗ് ഏജൻസീസ് ആണ് ഇന്നിപ്പോൾ എക്സ്പോയിൽ പങ്കെടുക്കുന്നത്. എന്താണ് ഈ എക്സ്പോ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നൽകുന്നത്? ഇതൊരു വേൾഡ് ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസും ഇഷ്ടംപോലെ പ്രോഗ്രാംസും അവൈലബിൾ ആണ് ഈ കാലത്ത്. അപ്പൊ ഇങ്ങനത്തെ എക്സ്പോ പറയാനത്തെ കുട്ടികളുടെ കൺഫ്യൂഷൻ മാക്സിമം കുറയും. ദേ കൻ മീറ്റ് ലോട്ട് ഓഫ് ഡിഫറെന്റ് കൺസൾട്ടന്റ്. ഓരോ കൺട്രിയിലെ ബെസ്റ്റ് അവർക്ക് സെലക്ട് ചെയ്യാം. സ്കോളർഷിപ്പിനെ പറ്റി അറിയാൻ പറ്റും, ഫ്രീ എഡ്യൂക്കേഷനെ പറ്റി പറയാൻ പറ്റും, പിന്നെ നഴ്സിംഗ്, ഹെൽത്ത് കെയർ, അങ്ങനെ പല ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസിനെ പറ്റി നല്ലൊരു കറക്റ്റ് അവയർനെസ്സും നല്ലൊരു കറക്റ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തേർഡ് വേവ് ഈ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? തേർഡ് വേവ് ഇപ്പൊ നമുക്ക് 12th റിസൾട്ട് പാസ് ഔട്ട് ചെയ്യുന്ന ടൈമാണ്. അപ്പൊ നമുക്ക് വി ഹാവ് എൻ എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ നല്ല പെർസെന്റേജ് ഉള്ള കുട്ടികൾക്ക് നമ്മൾ നമ്മളുടെ സർവീസ് ചാർജസ് തന്നെ ഫുൾ വേവർ ഓഫ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് സെലക്ടഡ് സ്റ്റുഡൻസിന്. ഇത് കൂടാതെ അവർക്ക് സെലക്ടഡ് ആയ നല്ല സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഓർ ഈവൻ അവരുടെ ലാപ്ടോപ്പ് ഇങ്ങനത്തെ പല സാധനങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ല കുട്ടികളെ കിട്ടുക, അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ പറഞ്ഞു കൊടുക്കുക, ഓർ നല്ലൊരു യൂണിവേഴ്സിറ്റിന്റെ സെലക്ഷൻ പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കുട്ടികളും കൺഫ്യൂസ്ഡ് ആണ്. ബിക്കോസ് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് കോഴ്സസ് ആണ് എല്ലാ ടൈമിലും വരുന്നത്. അപ്പൊ ഏതാണ് മാർക്കറ്റിൽ നല്ലത് ഓർ ഏതാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നല്ലത്, ഇങ്ങനത്തെ ഒരു ഓപ്ഷനിൽ നമുക്ക് കുട്ടികളെ നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായും വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഏറെ സഹായകമാകുന്ന രീതിയിലാണ് 24ന്റെ ഈ 24 കണക്ട് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ എക്സ്പോ ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു സ്റ്റഡി അബ്രോഡ് ഏജൻസിയായ കേരളത്തിൽ തന്നെ പ്രമുഖരായ സേഫ് ലാൻഡ് ആണ്, അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് സേഫ് ലാൻഡ് ഈ എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്? സേഫ് ലാൻഡ് ഇന്റർനാഷണൽ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ജർമ്മനി മാത്രം ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ മീൻസ് കൺസൾട്ടൻസിയാണ്. അപ്പോൾ എക്സ്ക്ലൂസീവ് ജർമ്മനി എന്ന് പറയുമ്പോൾ നമുക്ക് മാസ്റ്റേഴ്സ് ആണെങ്കിലും +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിലും ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവർക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഒരു കൺട്രിയാണ് ജർമ്മനി. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിസാസ് എടുത്തൊരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. പിന്നെ ജർമ്മനി എക്സ്ക്ലൂസീവായിട്ട് ചെയ്യണത് കൊണ്ട് നമുക്ക് അത്രയും അപ്ലിക്കേഷൻ ആണെങ്കിലും വിസയ്ക്കുള്ള ഡോക്യുമെന്റേഷന്റെ എക്സ്പെർട്ട് ടീംസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളത്താണ്. അപ്പോൾ 24 ന്യൂസ് ചാനലിലെ ഒരു സപ്പോർട്ട് കൂടെ നമുക്കൊരു എഡ്യൂക്കേഷൻ എക്സ്പോ ഇവിടെ ഇന്ന് കണ്ടക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ നാളെയും നമുക്കൊരു ഡേയും കൂടെ ഉണ്ട്. നമുക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഒരു എക്സ്പോ ആണ് കിട്ടിയിരിക്കുന്നത്. ജർമ്മനി ചൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ബാരിയർ ആയിട്ട് വരുന്നത് ലാംഗ്വേജ് ആണ്. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്നതായി കാണാറുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കുട്ടി പോവുകയാണ്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഒരു കുട്ടി പോവുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ടോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. നമുക്ക് IELTS തന്നെ മതി. നമുക്ക് ലാംഗ്വേജ് വേണ്ടി വരില്ല. ബട്ട് ഓഫ്കോഴ്സ് സർവൈവലിന് വേണ്ടി നമുക്ക് എന്തായാലും ലാംഗ്വേജ് വേണം. പക്ഷെ +2 കഴിഞ്ഞ സ്റ്റുഡൻസിനാണ് നമുക്ക് ലാംഗ്വേജ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത്. നമുക്ക് ലാംഗ്വേജ് അക്കാഡമിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ലാംഗ്വേജ് ജർമ്മനി എന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഡിഗ്രി പോണ കുട്ടിക്ക് അത് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. IELTS വെച്ചിട്ട് തന്നെ കുട്ടിക്ക് അഡ്മിഷൻസ് ഷുവർ ആയിട്ടും കിട്ടും. അതായത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ കഴിയും. തീർച്ചയായിട്ടും പറ്റും. അവർക്ക് IELTSന്റെ സ്കോർ ഇപ്പോൾ 6.57 ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻസും കിട്ടും, വിസയും കിട്ടും. താങ്ക് യു. ഇനി മറ്റൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടേഷൻ സ്ഥാപനമാണ് എഡ്യൂകെയർ. നമുക്ക് ഈ എഡ്യൂകെയർ എന്തൊക്കെയാണ് ഈ എക്സ്പോയുടെ ഭാഗമായി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നറിയാം. എന്താണ് എഡ്യൂകെയർ പ്രൊവൈഡ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ MBBS സ്റ്റുഡൻസിന് ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റ് ഓഫർ നൽകുന്നുണ്ട് എഡ്യൂകെയർ ഈ എക്സ്പോയുടെ ഭാഗമായിട്ട്. ഓക്കെ, എഡ്യൂകെയർ ഏതൊക്കെ മേഖലയിലാണ് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നത്? നമ്മൾ എല്ലാ സ്പീക്കിംഗ് കൺട്രീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള എല്ലാ കൺട്രീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കാനഡ, UK, USA, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അയർലൻഡ്, ഫ്രാൻസ്, സ്വീഡൻ എല്ലാ കൺട്രീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പോയുടെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ? നാളൊരു ദിവസം കൂടി ഉണ്ട്. വി ആർ റിയലി എക്സൈറ്റഡ്. തീർച്ചയായും
ഇത്തരത്തിലുള്ള പ്രമുഖരായ ഏജൻസികൾ അവരുടെ ഏറ്റവും വിദഗ്ധരായ ആളുകളാണ് കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമായി സംവദിക്കുന്നതിന് വേണ്ടി കൊച്ചിയിലെ ഫോറം മാളിൽ 24ന്റെ ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നത്. വിദേശ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമുള്ള സംശയങ്ങൾ സൗജന്യമായി ഈ എക്സ്പോയിലെത്തി ഇതിന്റെ ആളുകളിൽ നിന്ന്, വിദഗ്ധരിൽ നിന്ന് ചോദിച്ചറിയാൻ കഴിയും. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ആവേഴ്സ് സ്റ്റഡി അബ്രോഡാണ്. ഈ ആവേഴ്സ് എന്തൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? ഞങ്ങൾ മെയിനായിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്ന കൺട്രീസിലേക്ക് അഡ്മിഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ ജർമ്മനി, ഇറ്റലി, ഇവിടെയൊക്കെ ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ട്. അവരുടെ +2ന്റെ മാർക്കിന്റെ ബേസിൽ 100% സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് പിള്ളേർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പോൾ ഫീസില്ലാതെ ഇന്ന കൺട്രീസിൽ പഠിക്കാൻ പറ്റും. അതുപോലെ UK നേഴ്സിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. നഴ്സിംഗ് വിത്തൗട്ട് IELTS. സാധാരണ മിക്കയിടത്തും തന്നെ IELTS വേണം. അപ്പം നമ്മളുടെ യൂണിവേഴ്സിറ്റികളിൽ IELTS ഇല്ലാതെ തന്നെ UK നേഴ്സിംഗ് പഠിക്കുകയും അവിടെ പഠിത്തത്തിന് ശേഷം അവിടെ തന്നെ പ്ലേസ്മെന്റും കൊടുക്കുന്നുണ്ട്. അതപ്പം അവിടെ UK സെറ്റിലാകാനാകുന്നവർക്ക് നല്ലൊരു മൈഗ്രേഷൻ പ്രോഗ്രാമാണ് ഈ കൺട്രീസ്. ഈ വിദേശ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഏത് രാജ്യം സെലക്ട് ചെയ്യണം, ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, സ്റ്റേ ബാക്ക് ഏത് നിലയിലായിരിക്കും, ജോലി ഏത് നിലയിലായിരിക്കും. ഇത്തരം സംശയങ്ങൾ അതിന് ഈ എക്സ്പോയിൽ പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ സംശയങ്ങൾക്കൊരു മറുപടി നൽകാൻ കുട്ടികളോട് കഴിയുക? അപ്പം ഇത് ഓരോരുത്തർക്കും ഡിപ്പെൻസ് ആണ്. ചില കുട്ടികൾ പഠിച്ചിട്ട് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൺട്രീസ് നമ്മൾ സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ പഠിച്ചതിന് ശേഷം അവിടെ തന്നെ സെറ്റിൽ ആവാനാണ് താല്പര്യമെങ്കിൽ നമ്മൾ UK, കാനഡ, പിന്നെ ഓസ്ട്രേലിയ ഈ തുടങ്ങിയ കൺട്രീസിലൊക്കെ അവർക്ക് PR ഒക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ കൺട്രീസ് അവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യും. അതേപോലെ ലോ ഫീസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഇവർ നോക്കുന്നതെങ്കിൽ നമ്മൾ ലാത്വിയ, ലിത്വേനിയ, പോളണ്ട് അങ്ങനെയുള്ള കൺട്രീസ് നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഓപ്ഷൻ. അതനുസരിച്ച് നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വിദേശ വിദ്യാഭ്യാസം എന്നുള്ളത് വലിയ തുക മുടക്കേണ്ട ഒരു മേഖലയാണ്. ഇതിൽ ബാങ്ക് ലോണുകൾ ഉപയോഗിക്കാൻ കഴിയും. മറ്റ് ഏതൊക്കെ രീതിയിൽ ഈ വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ലഭിക്കും? അത് നിങ്ങൾ സ്പെഷ്യലായിട്ട് കണ്ടില്ലേ, ഞങ്ങൾ ഇപ്പോൾ ലോൺ അസിസ്റ്റൻസ് ഒരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ ഒന്നെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കൊടുക്കാം. ഇല്ല പ്രോപ്പർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ജോബുള്ള ആരെങ്കിലും ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി. അതായത് ഇപ്പോൾ UK, US ഉള്ള നല്ല യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ കൊലാട്രൽ ഇല്ലാതെ തന്നെ നമുക്ക് ഫുൾ കംപ്ലീറ്റ് ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ലോണ് ഒരു ബുദ്ധിമുട്ടായി വരുന്നത്. അപ്പോൾ അതൊരു കൺസേൺ ആണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ഇത്തരത്തിലുള്ള വലിയ വലിയ ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് ഈ 24ന്റെ എഡ്യൂക്കേഷണൽ എക്സ്പോ ഒരു പരിഹാരം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ, വിദഗ്ധരിൽ നിന്നുള്ള സജഷനുകൾ എല്ലാം തന്നെ ഈ 24ന്റെ എഡ്യൂക്കേഷണൽ എക്സ്പോയിൽ നിന്ന് വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും ലഭിക്കും.